മുഷിഞ്ഞ തുണികളെല്ലാം വാഷ് ചെയ്യാൻ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഉടുതുണി ഒഴികെ ബാക്കിയെല്ലാം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അതൊന്നും വേണ്ട, ഞാൻ തന്നെ കഴുകിക്കോളാം, തുണിയെല്ലാം മുഷിഞ്ഞ് കിടക്കുകയാണെന്ന് പറയുമ്പോൾ മുഷിഞ്ഞതുകൊണ്ടാണല്ലോ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞത്, ഇപ്പോൾ എവിടെയാണ് വെച്ചിട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അനിയത്തിമാർക്ക് ചേച്ചിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ അലീന പറയും ബാത്റൂമിലുണ്ട് മുഷിഞ്ഞ തുണികളെല്ലാം. അങ്ങനെ പിന്നെ കൃഷ്ണമോൾ ബാത്റൂമിൽ പോയിട്ട് അലീനയുടെ മുഷിഞ്ഞ തുണികളെല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് അത് അലക്കാനായിട്ട് പോവാണ് കേട്ടോ. അലീനയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അനിയത്തിമാർക്ക് അലീനയോടുള്ള സ്നേഹവും എല്ലാം അലീനനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ബബിതയാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അലീനയ്ക്ക്. കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. വൈജയന്തിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ എണീറ്റ് കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ എണീറ്റ് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. സങ്കടം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വാഷ്റൂമിലെത്തിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ മിററിൻ്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത്. എന്നിട്ട് ദേഷ്യം കൊണ്ടാണോന്നും അറിയില്ല ആ മിററിലേക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ദേഷ്യത്തിൽ അങ്ങ് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് വന്ന് പിന്നെ മുഖമൊക്കെ ഒന്ന് തുടച്ച ശേഷം ശിവനെ വിളിക്കുകയാണ് കേട്ടോ. ശിവൻ നല്ല ഉറക്കത്തിലായിരിക്കും. ഫോൺ എടുത്ത് നോക്കുമ്പോൾ വൈജയാണല്ലോ വിളിക്കുന്നത് എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ശിവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വൈജയന്തി ചോദിക്കും ശിവേട്ടൻ എന്തെടുക്കായിരുന്നു എന്ന്. അപ്പോൾ കളിയാക്കിക്കൊണ്ട് ശിവൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മുഴുപ്പാതിരയ്ക്ക് ഞാൻ എന്തെടുക്കായിരിക്കും, ഞാൻ ടർഫിൽ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്ന് പറയും കേട്ടോ. കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയാണ് ആ ശിവേട്ടനപ്പോൾ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുകയും അതുപോലെ തന്നെ ടർഫിൽ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യാലോ, ഞാനാണല്ലോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. കളിയാക്കുന്നത് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായി പോയോ വൈജയ് നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്നെ നിർബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടത്, എനിക്കിപ്പോൾ ഇവിടെ ഒരു മനസ്സമാധാനം ഇല്ല, ഒരു റൂമിൽ ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിനക്കിപ്പോൾ എന്താ പ്രശ്നം വൈജയ്, നിൻ്റെ വീട്ടിലല്ലേ ഞങ്ങൾ നിന്നെ കൊണ്ടാക്കിയത്, നിൻ്റെ ഭർത്താവിനെ നിൻ്റെ മക്കളുടെ അടുത്തല്ലേ കൊണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു മക്കൾ പോലും ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റൂമിലേക്ക് കയറി വരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് അവർ കണ്ടിട്ടുണ്ടാവും, അതാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ ആങ്ങളമാർക്കും മക്കൾക്കും ഇപ്പോൾ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് കണ്ടുപിടിക്കാനാണല്ലോ വലിയ ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും എൻ്റെ കാര്യം നോക്കി പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയ് നീ അടങ്ങി ഒതുങ്ങി നിൽക്കുക, ഞാൻ നാളെ അങ്ങോട്ട് വരാം, നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ആരും സംസാരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, എനിക്കിവിടെ എന്തായാലും ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊക്കെ അത് പറ്റുമായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല, ഞാൻ ഇവിടുന്ന് പോവും, അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശിവൻ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് നീ ഇങ്ങനെ എടുത്ത് ചാടി തീരുമാനം എടുക്കല്ലേന്ന്. അപ്പോൾ വൈജയ് അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ, കോളങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ ശിവനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്, മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞിട്ട് അവൾ കോളും കട്ട് ചെയ്ത് പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശിവനാണെങ്കിൽ വൈജയന്തിക്കാണെങ്കിൽ ശിവനോട് ഇത്രയും പറഞ്ഞിട്ടും ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ. പിന്നീട് നേരെ അലീനയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അലീനയാണെങ്കിൽ ഈ സമയത്ത് ഉറക്കം വരാതെ കിടക്കുകയാണ് കേട്ടോ, മേലൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് വൈജയന്തി ഡോറ് തുറക്കുന്നത്, അലീന കാണുന്നത് കേട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് തന്നെ ചാടി എണീക്കുന്നുണ്ട് വൈജയന്തിനെ കാണുമ്പോൾ. അപ്പോൾ നിലത്ത് വൈജയന്തി ആണെങ്കിലും അലീന ബെഡിൽ കിടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു തറയിൽ ചുരുണ്ട് കൂടി കിടന്നവൾ ഇപ്പോൾ അമ്മയുടെ കട്ടിലും സ്വന്തമാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും ഞാനിത് എങ്ങോട്ടേക്കും കൊണ്ടുപോകുന്നില്ല, പനിയായപ്പോൾ ഒന്ന് അവിടെ കയറി കിടന്നു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ് വേലക്കാരി വീട്ടുകാരി ആയത് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, അന്നൊന്നും എനിക്കത് വിശ്വാസമില്ലായിരുന്നു, ഇപ്പം എൻ്റെ വീട്ടിൽ അത് സംഭവിച്ചപ്പോൾ എനിക്ക് വിശ്വാസമായി എന്ന് പറയുകയാണ് കേട്ടോ. വൈജയന്തി അത് പറയുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു വീട്ടുകാരി ആവണ്ട, ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഈ വീട്ടിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ, ഞാൻ ഏത് നിമിഷം പോകാൻ തയ്യാറായി നിൽക്കുന്നവളാണെന്ന് പറയുമ്പോൾ ഇത് കുറേ ആയല്ലോ ഈ വായ്ത്താരിനെ നീ പറഞ്ഞിരുന്നു, എന്നിട്ട് എന്താ നീ പോവാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന അങ്ങനെ വൈജയന്തിനോട് ചോദിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് പോയാലും പോയിട്ടില്ലെങ്കിലും മാഡത്തിന് എന്താ, ഞാൻ മാഡത്തിനോട് ഒരു ദ്രോഹം ചെയ്യാൻ വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്നോട് ചെയ്ത അത്രയും ദ്രോഹം ഈ ലോകത്ത് മറ്റാരും എന്നോട് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. ആദ്യം നീ എൻ്റെ ഭർത്താവിനെ വശീകരിച്ചെടുത്തു, പിന്നെ നീ നിൻ്റെ അതുപോലെ തന്നെ എൻ്റെ മക്കളെ നിൻ്റെ വശത്താക്കി വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഈ വീട്ടിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിനക്ക് എന്താ പിന്നെ ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ട്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഞാൻ തരാം, എത്ര ലക്ഷം വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നാണ് അലീന പറയുന്നത്. ഞാൻ മാഡത്തിനോട് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ കണക്ക് തീർക്കാൻ മാഡത്തിന് ഈ ജന്മം കഴിയില്ല എന്നുള്ളത്, അത് എന്തായാലും തീരാനും പോകുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീന അത് പറയുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ, ഇല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞേക്കണം, നീ ഇവിടെ ഉള്ളപ്പോൾ ഞാനിവിടെ നിൽക്കില്ല, എൻ്റെ ആങ്ങളമാരെ
എന്നെ ചതിച്ച് ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഇനി വേണമെങ്കിലും എനിക്ക് ഇവിടുന്ന് പോകാമെന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ മാഡം പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നാളെ തന്നെ പോകാൻ പറയരുത്, എനിക്ക് പനിയാണ്, ഒന്ന് സുഖമായിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട് എന്ന് അലീന പറയുമ്പോൾ നിനക്ക് എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിക്കുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ പറയുന്നുണ്ട് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ വേണ്ടി വരില്ല, അതിനുള്ളിൽ ഞാൻ എല്ലാം ചെയ്ത് തീർത്തോളാം എന്ന് പറയുമ്പോൾ 2 ആഴ്ചയല്ലേ, അത് ഞാൻ അങ്ങ് സഹിച്ചോളാം, ഇത്രയും ഇങ്ങനെ ക്ഷമിച്ച് എനിക്ക് അതും അങ്ങനെ ക്ഷമിക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ പോയിക്കൊള്ളണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് വൈജയന്തി പറയും. അപ്പോൾ വൈജയന്തിനോടാണെങ്കിലും അലീന പറയുന്നുണ്ടായിരുന്നു, മാഡത്തിനോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ അന്വേഷിച്ച് അങ്ങനെ വരരുത്, എന്നെ കാണാനും ശ്രമിക്കരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് മാഡത്തിനും സങ്കടമായിരിക്കും, എനിക്കും അതുപോലെ തന്നെ സങ്കടമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നത്, ഞാൻ എന്തായാലും നിൻ്റെ പിറകെ വരില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒരു കാര്യം, പിന്നീട് ഒരിക്കലും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ഒരു ചെറിയ സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അലീന. അത് കഴിഞ്ഞ് പിന്നീട് രാവിലെ ബബിത മുറ്റടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു എന്ന്. അപ്പോൾ അലീനയുടെ മുഷിഞ്ഞ തുണികളെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ അലീനയോട് കുളിയെല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊരു കുളി അങ്ങ് പാസ്സാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ദിവസം ജോലി ചെയ്യാത്തതുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ കൈ ഇങ്ങനെ ഇതാവുകയാണെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അതെല്ലാം ബബിതേച്ച് പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയും സമ്മതിക്കുന്നില്ല. പനിയൊക്കെ മാറി എന്നൊക്കെ കുറേ അലീന പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കാനൊക്കെ പറയും. അപ്പോൾ ബബിതയും തൊട്ട് നോക്കിയിട്ട് പനിയൊക്കെ മാറി എന്നുള്ളത്, പനി മാറി എന്ന് പറയും, പനിയൊക്കെ മാറിയത് ശരിയായിരിക്കും, പക്ഷേ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അലീനനെ തിരിച്ച് റൂമിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. ജോലിയൊന്നും ചെയ്യേണ്ട എന്നാണ് ബബിതയുടെ തീരുമാനം. അപ്പോൾ കൃഷ്ണമോളും ബബിതയെ സപ്പോർട്ട് ചെയ്തായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. എന്തായാലും ബബിത പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, നീ രോഹിത്തിനോടൊന്ന് എൻ്റെ റൂമിലേക്ക് വരാൻ പറയുമോ, അപ്പോൾ ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് കേട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ അപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അലീന അവിടെ തന്നെ നിൽക്കുമ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബബിത അലീനയോട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന നെറ്റിയിൽ ഒരു അടി അടിച്ചിട്ട് അവിടെ നിന്ന് മനസ്സോടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. പിന്നീട് റൂമിൽ ചെന്നിട്ട് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും എല്ലാം മാറ്റി ഒക്കെ വിരിക്കുകയാണ്. അപ്പോഴാണ് രോഹിത് അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. രോഹിത് ചോദിക്കുന്നുണ്ട്, പനിയൊക്കെ മാറിയപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയോന്ന്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എന്തായാലും ജോലി ചെയ്യാൻ പറ്റില്ല, ഇവിടെയുള്ള ജോലിയെങ്കിലും ബബിത വരുമ്പോഴേക്കും തീർക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാനായിട്ട് അലീന. അപ്പോൾ അവളെ കൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അവളുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാമെന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അലീന ചേച്ചിക്കും അമ്മയ്ക്കും അച്ഛനും മാത്രമേ ജോലിയൊന്നും വീതിച്ച് തരാത്തുള്ളൂ ബബിത, ബാക്കി ഞങ്ങളെ കൊണ്ടാണ് ബാക്കി എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ വൈജയന്തി റൂമിൽ വന്നിട്ട് അലീനയോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രനോട്. അപ്പോൾ എൻ്റെ തീരുമാനമില്ലാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ നിന്ന് പോകാമെന്ന് വാക്ക് കൊടുത്തല്ലോ, 2 ആഴ്ചത്തെ ഇതും ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ബാലേന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ അലീന എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി കഴിയുമ്പോൾ അച്ഛൻ അമ്മേനോട് എല്ലാ സത്യം തുറന്നു പറഞ്ഞോ, അല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ അലീന പറയുന്നത് ബാലേന്ദ്രനോട്. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്